ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. ഒരു 2 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടി വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3-4 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഒരു ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല പച്ചമുളക് ഉണ്ടല്ലോ, 3-4 എണ്ണം നെടുകെ കീറിയതും അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്കൊരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഇളം തീയിൽ വെച്ച് വേണം ചൂടാക്കാനായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൊടിയൊക്കെ അരിയും. അപ്പോൾ അതുകൊണ്ട് തീ കൂടാണ്ട് ശ്രദ്ധിക്കുക, വിറകടുപ്പായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില അരച്ച പേസ്റ്റ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു പിടുത്തം വേപ്പില, കറിവേപ്പില കൂടെ ചെറിയ മിക്സിലിട്ട് അടിച്ചിട്ട് അതും കൂടി ചേർത്ത് നമ്മൾ ഇളക്കുന്നുണ്ട്. വേപ്പില അടിച്ചേർക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേപ്പില എപ്പോഴും അടിച്ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ 2 കിലോ ചിക്കൻ കഴുകി വെച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം. എല്ലായിടത്തും മസാലയൊക്കെ ഒന്ന് ആയി വന്നപ്പോൾ ആ രീതിയിലൊന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് കത്തിക്കാം. ഒന്ന് വേവായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് 1/2 മുറി കൊട്ടത്തേങ്ങ ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ പച്ചത്തേങ്ങ ഇതുപോലെ ചെറുതാക്കി നുറുക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് മൂടി വെച്ച് ഒരു 4 വേവുന്നവരൊന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർക്കാം. അപ്പോൾ തേങ്ങ വെളിച്ചെണ്ണയിൽ ഒരു 1/4 മുറി തേങ്ങ വെളിച്ചെണ്ണ അരച്ച് നല്ലോണം മൂപ്പിച്ചിട്ട് അതും കൂടി ഇറച്ചിക്കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവസാനം ഇത്തിരിയും കൂടി ഒരു 1/4 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മുടെ സാധാരണ മല്ലികൾക്ക് പകരം നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലില്ലേ, ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് തൂക്കി കൊടുക്കുക നേരത്തെ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള നാടൻ ചിക്കൻ കറി തയ്യാറായി. എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാം. താങ്ക് യു.